പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോകും, കാണും, നേടേണ്ടത് നേടുക തന്നെ ചെയ്യും. നിങ്ങളെ മനസ്സിലാക്കിക്കോ. അതിന് പകരമല്ല, അല്ലല്ല, രാഗിരിവന്മാരിരിക്കണം. ഇന്നിപ്പോ നിങ്ങൾ പ്രതിപക്ഷത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ജനാധിപത്യ ബോധം വരികയാണോ? നല്ല കാര്യമാണ്. ജനാധിപത്യ ബോധം വന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്ന ബോധമാണെന്ന് ഓർമ്മ വേണം. മൈക്ക് പനിയെടുത്ത് കൊടുക്കും. മൈക്ക് പനിയെടുക്കും, എഴുതേക്കും. അല്ല, ഭരണപക്ഷത്തിന് ഇവിടെ പൈസ ഒന്നുമില്ല. ഇവിടെ പൈസ ഇതാരാ? കേരള സർക്കാർ. കേരള സർക്കാർ. മൈക്ക് കൊടുക്കും. കഴിയട്ടെ, സജിയുടെ കഴിയട്ടെ. ഭരണപക്ഷത്തിന് കഴിയട്ടെ. ഇന്ന് അവരുടെ അവസരം വന്നപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഇനി ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അതാണ് അഡ്വക്കേറ്റ് രാഗി രവികുമാറിന്റെ ഏറ്റവും വലിയ വിഷമം. സ്മാർട്ട് സിറ്റി 2 തന്നെയാണ്. പെൻഷന്റെ കാര്യമാണെങ്കിൽ ശ്രീ ശങ്കരൻകുട്ടി നായർ, നിങ്ങളെ തൊട്ടടുത്ത് തക്കാടുള്ള അവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ 1 മിനിറ്റ്സ് ഈ ഇരിക്കുന്ന LDF-ന്റെ നേതാക്കന്മാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. മതി എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ മൈക്ക് ഓഫ് ചെയ്ത ആൾക്കാർ ഇന്ന് അവരുടെ അവസരം വന്നപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഇനി ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട മേയർ, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എന്താണ് നടക്കുന്നത്? നിലവിലിപ്പോൾ ജൈവമാലിന്യം കളക്ട് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചത് ഹരിതകർമ്മ സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ വാർഡിൽ ഹരിതകർമ്മ സേന പ്രവർത്തനം തുടങ്ങുമ്പോൾ അന്നത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജമീല ശ്രീധരൻ, അതോടൊപ്പം മേയർ ഉൾപ്പെടെ വന്ന് ജൈവ വേസ്റ്റ് എടുത്തുകൊണ്ടാണ് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ആരംഭിച്ചത്. തെളിവുണ്ട്, ഞാനിത് വെറുതെ പറയുന്നതല്ല. അങ്ങനെ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിതകർമ്മ സേനയുടെ ആൾക്കാരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും വിളിച്ച് വരട്ടി, ഇനി ജൈവമാലിന്യം എടുക്കരുത്. ഇപ്പോൾ നമ്മുടെ നിലപാടിതാണ്. ഇങ്ങനെ പറഞ്ഞ് നിർത്തലാക്കിയതാണ് ജൈവമാലിന്യം ശേഖരിക്കുന്ന രീതി. ഇതാണ് നടന്നത്. മുൻ മേയറെ, മുൻ ചെയർപേഴ്സണെ ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തന്നെ പാർട്ടിക്കാരാണോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. PTP നഗർ വാർഡിൽ നടന്ന കാര്യം. പക്ഷേ നിങ്ങൾ ആ നിലപാടെടുത്തപ്പോൾ നമ്മളത് കോമൺ തീരുമാനം എന്ന രീതിയിൽ നമ്മൾ കൂടെ നിന്നു. ജൈവമാലിന്യം ശേഖരിക്കുന്നത് നിർത്തലാക്കി. അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇന്നത്തെ ചെയർമാൻ വന്ന് നിലവിലുള്ള അവസ്ഥ പറഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്ന് കൈയടിക്കുകയും ഇവിടെ വന്ന് ആളെ കളിയാക്കുകയും ചെയ്യുന്ന രീതി അത്ര അങ്ങ് ശോഭനമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, നിലവിലെ വള്ളക്കടവ് കൗൺസിലർ പോയി. വള്ളക്കടവിലെ എയർപോർട്ടിലെ ബേഡ് ഹിറ്റുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ജൈവമാലിന്യം ശേഖരിക്കുന്നില്ല എന്നാണോ? ശേഖരിക്കുന്നുണ്ട്. നിങ്ങളുടെ കൗൺസിലറായിട്ടുള്ള ആറ്റുകാലിലെ കൗൺസിലറായിരുന്ന ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കല്ലടി മുഖത്ത് ഇതേ ജൈവമാലിന്യം ഇപ്പോൾ ഡീകമ്പോസിങ് ചെയ്യുന്നില്ലേ? അവിടെ ചുറ്റുമുള്ള വാർഡുകളിൽ പ്രശ്നമില്ലേ? അതാ തൊട്ടടുത്തിരിക്കുകയല്ലേ, കളിപ്പാങ്കുളം കൗൺസിലർ ഉൾപ്പെടെ ഇരിക്കുകയല്ലേ? ചോദിച്ചു നോക്കണം. അവിടെ ഇതേ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ചെയ്യുന്ന പ്രവർത്തനം കുറച്ചും കൂടി ശാസ്ത്രീയമായി മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നിലവിലുള്ള എയറോബിക് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കൃത്യമായി ചെയ്യാമെന്നുള്ളൊരു പ്രോജക്റ്റാണ് ഇന്ന് ഈ സിറ്റീസ് 2-ന്റെ പേരിൽ വച്ചിരിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട മേയർ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കണം, ഇത് സ്മാർട്ട് സിറ്റിയുടെ 2ാം ഘട്ടമെന്ന് ഈ അജണ്ടയിൽ കൂട്ടിച്ചേർക്കണം. അതാണ് അഡ്വക്കേറ്റ് രാഗി രവികുമാറിന്റെ ഏറ്റവും വലിയ വിഷമം. സ്മാർട്ട് സിറ്റി 2 തന്നെയാണ്, 2ാം ഘട്ടം തന്നെയാണ്. അത് കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞ് ഒരു മാറ്റവും വരാനില്ല. ഈ സിറ്റീസ് 2-ൽ ഈ റാപ്പിഡ് കമ്പോസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ നിലവിലെ എയറോബിക് സംവിധാനത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, മറ്റ് MCF-ലൊക്കെ കളക്ട് ചെയ്യുന്നതിനെ ജീവനക്കാരുടെ കുറച്ചും കൂടി സുരക്ഷിതത്വവും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മെക്കനൈസ് ചെയ്തുകൊണ്ട് സെഗ്രിഗേഷൻ നടത്തുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് സെഗ്രിഗേഷൻ. ഈ സെഗ്രിഗേഷൻ വളരെ ശാസ്ത്രീയമായി ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെയർ ബെൽറ്റിലൂടെ, അതിൽ മാഗ്നറ്റിക് പ്രോസസ്സിങ്ങിലൂടെ ഒക്കെ തന്നെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് വച്ചിരിക്കുകയാണ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൽ എവിടെ നടക്കുന്നു എന്ന് ഒരിക്കലെങ്കിലും കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ 1 മിനിറ്റ്സ് ഈ ഇരിക്കുന്ന LDF-ന്റെ നേതാക്കന്മാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട VK പ്രശാന്ത് ചെയ്തത് എന്താണ്? അന്നത്തെ മേയർ അദ്ദേഹത്തിന്റെ വാർഡായിട്ടുള്ള കഴക്കൂട്ടത്ത് കൊണ്ടുപോകാൻ നോക്കിയിട്ടില്ലേ? കഴക്കൂട്ടത്തേക്ക് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് കൊണ്ടുപോകാൻ നോക്കിയിട്ടില്ലേ? അന്ന് കൗൺസിലിലെ പൊതുവായിട്ട് വികാരം ഉണ്ടായില്ലേ? 100 വാർഡുകളിലും വോട്ടെടുപ്പ് നടത്തിയില്ലേ? 100 വാർഡുകളിൽ വോട്ടെടുപ്പ് നടത്തി. ഇത് ഏത് മേഖലയിൽ നടത്തണമെന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തത് സിറ്റി സെന്റർ ആയിട്ടുള്ള വാർഡുകളിലേക്ക്. അങ്ങനെയാണ് സിറ്റി സെന്റർ ആയിട്ടുള്ള വാർഡുകളിലേക്ക് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് വന്നത്. അല്ലാതെ LDF-ന്റെ ഭരണസമിതിയുടെ ഔദാര്യമൊന്നുമല്ല. ഇവിടുത്തെ വാർഡ് സഭകൾ പോലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ജനങ്ങൾ വോട്ട് ചെയ്തു.
അങ്ങനെ തന്നെയാണ് നടന്ന കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ മറ്റൊന്ന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിൽ ഒരു ചർച്ചയും എവിടെ സ്മാർട്ട് സിറ്റി റോഡ് ചെയ്യുന്നു, എവിടെ എന്തൊക്കെ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ചെയ്യുന്നു, ഇതൊരിക്കൽ പോലും കൗൺസിൽ അജണ്ടയിൽ കൊണ്ടുവന്നിട്ടില്ല. എത്രയോ തവണ പ്രതിപക്ഷത്തിരിക്കുന്ന നിരവധി കൗൺസിലർമാരെ എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെട്ടു, സ്മാർട്ട് സിറ്റി ഫണ്ട് എന്തിനൊക്കെ വിനിയോഗിക്കുന്നു, എന്താണ് സ്മാർട്ട് സിറ്റിയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രോജക്റ്റ്. നിങ്ങൾ ഒരിക്കൽ പോലും ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തോടു കൂടി അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ഇതായിരുന്നു ഈ കൗൺസിലിന്റെ അനുഭവങ്ങൾ. ഇന്നിപ്പോ നിങ്ങൾ പ്രതിപക്ഷത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ജനാധിപത്യ ബോധം വരികയാണോ? നല്ല കാര്യമാണ്. ജനാധിപത്യ ബോധം വന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്ന ബോധമാണെന്ന് ഓർമ്മ വേണം. പിന്നെ ബഹുമാനപ്പെട്ട വഞ്ചിയൂർ വാർഡ് കൗൺസിലർ ശ്രീ ശങ്കരൻകുട്ടി നായർ, അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം, ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ട് ഇവിടെ കൗൺസിലർമാരുടെ ശമ്പളവും വേതനവും ഒക്കെ വർദ്ധിപ്പിക്കണമെന്നാണ്. അങ്ങ് തൊട്ടടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് രാഗി രവികുമാറിന്റെ അടുത്തൊന്ന് ചോദിക്കണം. നമ്മളൊക്കെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ കീഴിലാണ്. ഈ KMR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരള മുനിസിപ്പാലിറ്റി ആക്ട്, KMA എന്ന് പറയുന്നത് കേന്ദ്ര മുനിസിപ്പാലിറ്റി ആക്ട് അല്ല, കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ടിലാണ് ഇത്തരത്തിലുള്ള വേതനങ്ങൾ കൗൺസിലർമാരുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും മുനിസിപ്പാലിറ്റി കൗൺസിലർമാരുടെ വേതനങ്ങൾ നിശ്ചയിക്കപ്പെടുകയും പരാമർശിക്കപ്പെടുന്നതും കേന്ദ്ര മുനിസിപ്പാലിറ്റി ആക്ട് ഒന്നും ഇല്ല, കേരള മുനിസിപ്പാലിറ്റി ആക്ടിലാണ്. അതിന് വേണ്ട മാറ്റം വരുത്തേണ്ട ആരാണ്? കേരള സർക്കാരാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആരാണ് പാസ്സാക്കിയിരിക്കുന്നത്? കേന്ദ്ര സർക്കാരാണോ? ഈ കേരള അല്ലേ? പിന്നെ പെൻഷന്റെ കാര്യമാണെങ്കിൽ ശ്രീ ശങ്കരൻകുട്ടി നായർ, നിങ്ങൾ തൊട്ടടുത്ത് തക്കാടുള്ള അവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലൊന്ന് പോകണം. ഇവിടെ ഇരിക്കുന്ന പല പെൻഷൻകാരും നിങ്ങളെ ഒന്ന് സമീപിച്ച് പറയാറില്ലേ, 600 രൂപ എനിക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ ഞാൻ അറിയാതെ ചേർന്ന് പോയി, കുറച്ച് പൈസ അടച്ചുപോയി. വലിയ ക്രമക്കേട് നടന്നില്ലേ? ആ ക്രമക്കേടിന്റെ പേരിൽ അവിടെ പോകുന്ന ആൾക്കാരെടുത്ത് സെക്യൂരിറ്റി ജീവനക്കാരെ ഉൾപ്പെടെ ചവിട്ടി പുറത്താക്കുകയല്ലേ? ഇവിടെ പൈസ ഒന്നുമില്ല. ഇവിടെ പൈസ ഇതാരാ? കേരള സർക്കാര്. നിങ്ങൾ ആദ്യം പോയി ആ ക്ഷേമനിധി ബോർഡില് ജനങ്ങൾക്ക് കൊടുക്കുന്ന 1000 രൂപയുടെ പെൻഷൻ കൊടുക്കാൻ നോക്കണം. 1000 പെൻഷൻ നടത്താൻ നോക്കണം. വെറുതെ മൈക്കിൽ എടുത്തു വെച്ചിട്ട് വെറുതെ ഇരുന്നോണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോ നിങ്ങൾക്ക് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോകും, കാണും, നേടേണ്ടത് നേടുക തന്നെ ചെയ്യും. നിങ്ങളെ മനസ്സിലാക്കിക്കോ. കേരള മുനിസിപ്പാലിറ്റി ആക്ട് മാറ്റാനുള്ള കഴിവ് പിണറായി വിജയൻ സർക്കാരിനില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ പറയുക. അവിടെ അന്തസ്സായിട്ട് മറ്റുള്ള ആൾക്കാർ ഇരുന്നുകൊണ്ട് അതിന് ആക്ട് കൊണ്ടുവന്നോളും. അതുകൊണ്ട് വെറുതെ ഈ കൗൺസിലിന് ഇന്ന് ഒരല്പം സംസാരിക്കാൻ കൂടുതൽ അവസരം മേയർ തന്ന സമയത്ത് നിങ്ങളത് ദുരുപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ ഇവിടെ ഇത് പറഞ്ഞത് എന്താണ്? ഈ 31-ാം തീയതിയാണ് നമുക്ക് ഈ അറിയിപ്പ് കിട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട അജണ്ട നോക്കുമ്പോൾ അറിയാം, 31-ാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലൊന്നും നടന്നിട്ടില്ല. 15-ാം തീയതിക്ക് മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത ആശങ്കകൾ ഉൾപ്പെടെ ആ പനിയെടുപ്പേക്ക് കൊടുക്കും. മൈക്ക് പനിയെടുപ്പേക്ക് കൊടുക്കും. മൈക്ക് പനിയെടുപ്പ് എഴുതേക്ക്. അല്ല, ഭരണപക്ഷത്തുനിന്ന് പനിയെടുപ്പ് സംസാരിക്കാനുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? അങ്ങേക്ക് സംസാരിക്കാനുണ്ടോ? അല്ല, അതിന് പകരമല്ല. അല്ലല്ല, രാഗിരവിമാർ ഇരിക്കണം. പനിയെടുപ്പ് സംസാരിക്കാനുണ്ടോ? ഭരണപക്ഷത്ത് വേറെ ആളും സംസാരിക്കാനുണ്ടോ? വേറെ ആളും സംസാരിക്കാനുണ്ടോ? ഞാനൊരു കാര്യം, സജി പാപ്പനോട് സജി ഇരിക്കണം. പാപ്പനോട് സജിക്ക് മൈക്ക് കൊടുക്കൂ. കഴിയട്ടെ, സജിയുടെ കഴിയട്ടെ. ഭരണപക്ഷത്ത് കഴിയട്ടെ. സജി സംസാരിക്കൂ. ഇരിക്കണം. സജി സംസാരിക്കൂ. മൈക്ക് സജിക്കാണ്. കാര്യം സംസാരിക്കുമ്പോൾ ഈ ഇത്രയധികം കേൾക്കാം. സജി സംസാരിക്കട്ടെ. ഈ ഇത്രയധികം സമയം ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇതിനകത്ത് ഇപ്പൊ നമ്മളിവിടെ ഒരു ചർച്ച നടന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി